മഹാഭാരതം എന്ന് പറയുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ജസ്റ്റ് ഒരു സ്റ്റോറി അല്ല. ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുണ്ടാകുന്ന ഇന്നർ കോൺഫ്ലിക്റ്റ് കാരണം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് ഞാൻ പറഞ്ഞേക്കുന്നതല്ല. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ യങ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചപാണ്ഡവന്മാര് 5 പേരെന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തില് ഈ 5 വ്യക്തികളല്ല അവിടെ ഉള്ളത്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വാളിറ്റീസ് ആണ്. ഉദാഹരണമായിട്ട് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ധർമ്മപുത്രൻ എന്നാണ്. മോറൽ വാല്യൂസ്, ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അടുത്ത ആള് ഭീമനാണ്, സ്ട്രെങ്തും ധൈര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അർജുൻ ആണെന്നുണ്ടെങ്കിൽ മൈൻഡിൽ നല്ല ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയാണ്. നകുലനുണ്ട്, സഹദേവനുണ്ട്. നകുലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിയാണ്, സഹദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ഡം ആണ്. അതേപോലെ തന്നെയാണ് കൗരവന്മാരും. നമുക്ക് 100 കണക്കിന് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, ആരുടെയും പുറത്തല്ല. എല്ലാവർക്കും നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. നമ്മൾ പറയത്തില്ല 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരു നമ്പർ പറയുന്നതേ ഉള്ളൂ. ഫൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ പോസിറ്റീവ് ക്വാളിറ്റീസും നെഗറ്റീവ് ക്വാളിറ്റീസും തമ്മിലാണ്. യുദ്ധത്തിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണന്റെ റോൾ എന്ന് പറയുന്നത് അർജുനന്റെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കണക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ്. ഒരു തെറാപ്പിസ്റ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ ശ്രീകൃഷ്ണൻ ഗൈഡൻസ് കൊടുക്കുകയാണ്. 2 സൈഡിലും നിൽക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കും. 2 സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റീസിനൊപ്പം നിൽക്കത്തില്ല, നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിനൊപ്പം നിൽക്കത്തില്ല. പകരം സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക ഏതാണ് ശരിയെന്നുള്ളത് നോക്കിയിട്ട്. ഹിതോപദേശം കഴിഞ്ഞുണ്ടാകുന്ന യുദ്ധത്തിലും സംഭവിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. നമ്മളുടെ തന്നെ പോസിറ്റീവ് ക്വാളിറ്റീസ് യൂസ് ചെയ്ത് നമ്മളുടെ തന്നെ നെഗറ്റീവ് ക്വാളിറ്റീസിനെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയാണ്.